ഹായ് ഫ്രണ്ട്സ്, കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം എന്നൊരു ട്യൂട്ടോറിയലാണ്. ഞാനിവിടെ ഫസ്റ്റ് കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഞാനിവിടെ ലൈറ്റ് യെല്ലോ കളർ അപ്ലൈ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു റെഡ് കളർ ഞാനിവിടെ സൈഡ് കോർണറായിട്ട് ഞാൻ ലൈറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലെ കൃഷ്ണമണിക്ക് ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഇവിടെ ഗ്ലാസ് മാർക്കറിൻ്റെ ഉപയോഗിക്കുന്നു. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്കുള്ളിൽ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക്നെസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്ലാക്ക് പെൻസിലാണ് ഉപയോഗിക്കുന്നത്. കളർ പെൻസിലിൻ്റെ ബ്ലാക്ക് പെൻസിൽ ഞാൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം നല്ല രീതിയിൽ റെഫറൻസ് പിക്കിൽ എവിടേക്കാണോ ഡാർക്ക്നെസ് വാല്യൂ ഉള്ളത്, എവിടേക്കാണോ ലൈറ്റ്നെസ് വാല്യൂ ഉള്ളത് അത് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ണ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണോ കളർ കോഡ് വരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മളിവിടെ കളർ ടോൺ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കണ്ണിൻ്റെ മുകൾ വശം കുറച്ചുകൂടി ബ്രൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രൗൺ കളറിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ പോളയുടെ ഭാഗത്ത് ഞാനിവിടെ ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നുണ്ട് പെൻസിൽസിൻ്റെ. അത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കണ്ണിൻ്റെ പിരികം നമ്മളിവിടെ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ പെൻസിൽ കളർ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ ലെയർ, ഓരോരോ രോമങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കാൻ ശ്രമിക്കണം. അതിനുശേഷം കണ്ണിൻ്റെ മുകൾ വശത്ത് കുറച്ച് ലൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്കിൻ ടോൺ ആയിട്ട് കളറുണ്ട്, അത് ഞാൻ എടുക്കുന്നു. ഇത് പോളിക്രോമസ് എന്നൊരു കളർ പെൻസിലാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ലൈറ്റ് ഓറഞ്ച് കളർ എടുത്തിട്ട് ഞാനിവിടെ സ്കിൻ ടോൺ ഉണ്ടാക്കാൻ ഞാനിവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് റെഫറൻസ് പിക്ചറിൽ കാണാൻ സാധിക്കും കണ്ണിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രൗൺ കളർ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കളർ കോഡിങ് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കണ്ണിൻ്റെ താഴെ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് സ്കിൻ ടോൺ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്, ലൈറ്റ് കളർ. അതിനുശേഷം ഞാനിവിടെ ഓറഞ്ച് കളർ ലൈറ്റായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ പിരികം ഞാൻ ഇവിടെ വരക്കുന്നത് ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഓരോരോ രോമങ്ങൾ ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ മുകൾവശത്തെ പിരികം വരക്കാനായി ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാൻ ഓരോരോ രോമങ്ങൾ ഞാനിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഡയറക്ഷനാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. പിന്നെ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ വൈറ്റ് ജെൽ പെൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് ഹൈലൈറ്റ്സ് വരുന്നത് അതിൽ ആ ഭാഗത്ത് ഞാനിവിടെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റെഫറൻസ് പിക്കുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അടുത്ത കണ്ണിലേക്ക് കിടക്കുകയാണ്. അടുത്ത കണ്ണിൽ നമ്മൾ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ലൈറ്റ് യെല്ലോ കളർ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഉള്ളിലായിട്ട്. പിന്നെ അതിന് ബ്ലെൻഡ് ചെയ്യാണ്ട് വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈറ്റ് ബ്രഷിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബ്ലെൻഡായി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ലൈറ്റ് ഓറഞ്ച് കളർ ഞാനിവിടെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് റെഫറൻസ് പിക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കണ്ണിൽ കുറച്ചുകൂടി ഒന്ന് കളേഴ്സ് കുറച്ചും കൂടി അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക. അതിനുശേഷം കണ്ണിൻ്റെ എങ്ങനെയാണോ ഉള്ളത് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണിക്ക് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുന്നു. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെൻസിലിൻ്റെ യൂസാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ആ കളർ ഷെയ്ഡിങ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കളർ ടോൺസ്, ലൈറ്റ് ഷെയ്ഡിങ്സ് എവിടേക്കാണോ വേണ്ടത്, അതുപോലെ തന്നെ ഡാർക്ക് വാല്യൂസ് എവിടേക്കാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാനിവിടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഫസ്റ്റ് ലെയറിൽ ലൈറ്റ് സ്കിൻ കളർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ഓറഞ്ച് കളർ എടുത്തിട്ട് സെക്കൻഡ് ലെയർ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ആ കളർ കോഡിങ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ കണ്ണിൻ്റെ പുരികം, കണ്ണിൻ്റെ കൺപോളയിലെ ഓരോ രോമങ്ങൾ ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ താഴെ ഒരു ചെറിയൊരു ഡോട്ടായിട്ട് വെള്ളത്തുള്ളി വീഴുന്നുണ്ട്. വെള്ളം അങ്ങനെ കരയുന്നൊരു ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ഗ്ലാസ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ ഞാൻ വൈറ്റ് ജെൽ പെന്നിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ കണ്ണിൻ്റെ മുകൾ വശത്തേക്ക് അടയ്ക്കാണ് സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ സെയിം സ്കിൻ ടോൺ കളർ ഞാനവിടെ അപ്ലൈ ചെയ്യുന്നു. കറക്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്മൂത്തായിട്ട്, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓറഞ്ച് കളർ ഞാൻ ഒന്നുകൂടി അപ്ലൈ ചെയ്യണം. ആ കളർ ഗ്രേഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഡാർക്ക്നെസ് വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലെയർ വൈസ് ലെയർ വേണം നമ്മൾ ഷെയ്ഡിങ് ചെയ്യാൻ. അതും അധികം പ്രഷർ ചെയ്തിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് പ്രഷർ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബ്രൗൺ ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഡാർക്ക്നെസ് വാല്യൂ നമുക്ക് കുറച്ചും കൂടി കിട്ടും. പിന്നെ കണ്ണിൻ്റെ മുകൾ വശത്ത് കിടക്കുകയാണ്, പുരികത്തിൻ്റെ ഭാഗം കിടക്കുകയാണ്. ഫസ്റ്റ് ലെയർ ഞാനിവിടെ ലൈറ്റ് പച്ച കളർ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഓരോരോ പുരികം, രോമങ്ങൾ ഞാൻ വരച്ചെടുക്കുകയാണ്. ഡാർക്ക് പെൻസിൽ വെച്ചിട്ട്, ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.